ദീ പൊട്ടിച്ചെടുക്കണ ചെമ്മിപ്പുളി വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതിനുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ ചെമ്മിപ്പുളി എന്നാട്ടാ പറയണത്. ചില നാട്ടിലൊക്കെ ഇരുമ്പുളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും വല്ല വെറൈറ്റി പേരൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റിൽ പറയണ കേട്ടാ. ഇനി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഈ ചെമ്മിപ്പുളി നല്ലോണം അങ്ങോട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ തലയും പാലും കളഞ്ഞിട്ട് നല്ല കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടേ നല്ലോണം അങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഇത് നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം അങ്ങോട്ട് മാറ്റി കളയുക. ഇനി ഇതേപോലെ ഒരു കുഞ്ഞു കുട്ടാങ്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ എരിവിനുള്ള പച്ചമുളകും പിന്നെ കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ചെമ്മിപ്പുളി നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കണം. ഇത് നോക്ക്, ചെമ്മിപ്പുളി വെന്ത് കഴിഞ്ഞപ്പോഴേക്കേ നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിൻ്റെ അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു 3-4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കടുക് കൂടെ ചേർക്കണം. പച്ചടിയല്ലേ. ഇതാദ്യം നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടുണ്ടല്ലോ നല്ല കുറാന്ന് ഇതേപോലെ അങ്ങോട്ട് അടിച്ചെടുക്കണം. ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊന്നും വേണ്ടട്ടാ. ഇത് നേരെ നമ്മളെ കറിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് തിളക്കൊന്നും വേണ്ടട്ടാ. ഇനി നമുക്ക് താളിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുകും ഒരു 2-3 കഷ്ണം ഉലുവ ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകോട് ചേർത്തിട്ട് നമ്മുടെ കറിയിലോട്ട് താളിച്ചൊഴിച്ച് കൊടുക്കുക. ഇതുണ്ടല്ല ഇപ്പം തന്നെ ഒന്ന് ഇളക്കി കൂട്ടരുത്തിട്ട് അതവിടെ ഇരിക്കട്ടെ. നമ്മളെ ഉച്ച നേരമാകുമ്പോൾ ആ ഒരു ചൂട് ചോറ് വിളമ്പൂലേ, അപ്പോൾ ആ നേരത്തെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആ ചോറും കൂട്ടിയിട്ട് അതൊരു പിടി അങ്ങോട്ട് പിടിച്ചാൽ മതി. ഈ ചെമ്മിപ്പുളി വെച്ചിട്ടേ ഇതേപോലെ ഒരു പച്ചടി നിങ്ങൾ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാ? കഴിച്ചവരുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുണ്ടല്ലോ എൻ്റെ ഉമ്മച്ചിയുടെയൊക്കെ ഒരു സ്പെഷ്യൽ കറിയാണ്. സേവ് ഷെയറൊക്കെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത്തവണത്തെ ഓണത്തിനെ നമ്മളുടെ ചെമ്മിപ്പുളി പച്ചടിയാക്കാം നമുക്ക്.